അപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇത്രയും വർഷം സുഗമമായി നടപ്പാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. വലിയ സ്വാധീനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ പോലും മാറി മാറി വന്ന സർക്കാരുകൾ പല കാലങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ തീരുമാനങ്ങൾ തന്നെ ഈ വലിയ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. അതുതന്നെ വ്യാപകമായ എന്ത് തീരുമാനമാണോ ഇത് തടയാൻ വേണ്ടി കൊണ്ടുവന്നത് അത് തന്നെ വ്യാപകമായ ജാതി മാറ്റത്തിനും സംവരണ തട്ടിപ്പിനുമൊക്കെ വഴിയൊരുക്കുന്നു. ഹിന്ദു നാടാർ വിഭാഗത്തിലെ നിരവധി പേർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ലത്തീൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുന്നതിനായി അച്ചടി വകുപ്പ് ഡയറക്ടർ 2009 തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നുവെന്ന്. ഇതേ തുടർന്ന് 2010 വ്യവസ്ഥകൾ കർശനമാക്കിയെങ്കിലും 2012 ഭേദഗതി ഉത്തരവാണ് ഇപ്പോഴും പ്രധാനമായും ദുരുപയോഗം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കും സംവരണം ലഭിക്കാനായി ജാതിക്കോളത്തിൽ ലാറ്റിൻ കാതലിക് എന്ന് രേഖപ്പെടുത്തണമെന്ന് നെയ്യാറ്റിൻകര രൂപത 2009 പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്തുള്ള നിരവധി പേർ ലത്തീൻ സർട്ടിഫിക്കറ്റ് നേടി. ഗസറ്റ് വിജ്ഞാപനത്തിനായുള്ള തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇക്കാര്യത്തിൽ ക്രമക്കേട് നടക്കുന്നതായി സംശയമുണ്ടെന്ന് അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിനെ അറിയിച്ചത്. തുടർന്ന് 2010 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ 1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസികളായി ചേർന്നവർക്കും പിന്മുറക്കാർക്കുമേ സമുദായ സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂവെന്ന് വ്യവസ്ഥ ചെയ്തു. 2011 ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങി. എന്നാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർ സഹായരേഖയായി പരിഗണിക്കണമെന്ന് 2012 സർക്കാർ വീണ്ടും ഉത്തരവിറക്കി. അതിനുശേഷം വ്യാപകമായ ജാതിമാറ്റം നടന്നതോടെ 2016 സർക്കാർ ഇത് സംബന്ധിച്ച് നിർദ്ദേശമിറക്കിയെങ്കിലും വേണ്ടത്ര ഫലം ചെയ്യുന്നതായിരുന്നില്ല. 1947 എന്ന നിബന്ധന പൂർണ്ണമായി എടുത്തുകളയണമെന്നാണ് നെയ്യാറ്റിൻകര രൂപത അടുത്തിടെ ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്നാൽ കൂടുതൽ വ്യാപകമായി ജാതിമാറ്റം നടക്കുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംവരണാനുകൂല്യം കൂടുതൽ നഷ്ടമാകുമെന്നും സമുദായത്തിലുള്ളവർക്ക് തന്നെ ആശങ്കയുണ്ട്. വില്ലേജ് ഓഫീസർ കണ്ണടച്ചുകൊണ്ട് എഴുതി കൊടുക്കുകയാണ്. കാരണം ബിഷപ്പിൻ്റെ കത്തിരിക്കുകയാണ്. ആ കത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് കണ്ണടച്ച് അവർക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ബിഷപ്പിൻ്റെ ഇങ്ങനെയുള്ള ഇത് പാടില്ല. വില്ലേജ് ഓഫീസർ അത് അന്വേഷിച്ച് അത് യഥാർത്ഥം ലത്തീൻ കത്തോലിക്കനാണോ എന്നുള്ളത് ആണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. വ്യാപകമായി മാറിയിട്ടുണ്ട്. പല MBBS സീറ്റ് വരെ അവർ നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ നേരത്തെ നമ്മളൊക്കെ SLC പഠിക്കുന്ന സമയത്ത് നമ്മുടെ SLC ബുക്കിലുണ്ട് LC മുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ മുക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്തു. LC മാത്രമാണ്. LC മുക്കുക എന്നുള്ളത് അത് അംഗീകരിക്കപ്പെടുകയും ഞങ്ങൾക്ക് കിട്ടേണ്ട സംവരണം നമുക്ക് കിട്ടുകയും വേണം. വന്ന ഒരു മതം മാറുമ്പോൾ LC ആവുന്നു. ലാത്തിൻ കത്തോലിക്കരായതിനു ശേഷം നമ്മുടെ സംവരണം അവർക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഈ പള്ളികളിൽ കാണത്തില്ല. അവർ ജോലിയായി അവർ പിന്നെയും തിരിച്ചു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യക്തത. വളരെ ആസൂത്രിതമായാണ് ജാതിമാറ്റം നടത്തുന്നതെന്നാണ് നാടാർ സംഘടനയായ VSDPയുടെ ആരോപണം. പള്ളിയിലെ അച്ഛൻ കുടുംബരേഖയിൽ എഴുതി ചേർക്കും. അത് ഹിന്ദു ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ 1% കിട്ടുന്ന ക്രിസ്ത്യാനി ആയിരിക്കാം. ഓടി ചെല്ലുമ്പോൾ അവരെ ബുക്കിൻ്റെ ഇടയിൽ പതുക്കെ അവരെ കയ്യിരിക്കുന്ന ബുക്കാണ്, സർക്കാർ പരിശോധിക്കുന്ന ബുക്കല്ല. അതിൽ എഴുതി ചേർക്കും ഇതാ ഇന്നയാൾ. അത് ഉടനെ തന്നെ അവർ അതും കൊണ്ട് ബിഷപ്പ് ഹൗസിൽ പോകുമ്പോൾ ഉടനെ തന്നെ അടിച്ച് കൈ കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റ്. 1947 മുമ്പുള്ളവർക്കേ കൊടുക്കാവൂ. ഈ നെയ്യാറ്റിൻകര രൂപതകളിൽ 1947 മുമ്പ് ലാത്തിൻ കത്തോലിക്ക എത്ര കുടുംബമുണ്ട്? 1947 മുമ്പ് ഉള്ളത് ഈ രൂപതയുടെ കീഴിൽ എത്ര പള്ളിയുണ്ട്? ഇപ്പോൾ 3 ലക്ഷം പേര് ഇങ്ങോട്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഔദ്യോഗികമായിട്ട് 2.5 ലക്ഷം പറയുന്നു. അപ്പോൾ ഇപ്പോൾ സെൻസസ് വരാൻ പോവുകയാണ്. സെൻസസ് വരുമ്പോൾ നാടാരുടെ എണ്ണം എവിടെ കാണും? ഈ 3 ലക്ഷം പേര് ലാത്തിൻ കത്തോലിക്കാവും. ഔദ്യോഗിക രേഖകളിൽ വീണ്ടും മുക്കുവ എന്ന പദം പുനഃസ്ഥാപിക്കണമെന്നും സംവരണം തട്ടിയെടുക്കാനുള്ള ജാതിമാറ്റം അനുവദിക്കരുതെന്നും KLCA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻഡ്രോ മേഴ്സിലിന് ആവശ്യപ്പെട്ടു. അത് കുറേ കാലം കൊണ്ട് ഈ സംവരണാനുകൂല്യം തട്ടിപ്പറിക്കാൻ ഇതിലെ ഉപവിഭാഗങ്ങൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടുകെട്ട് ഭൂരിപക്ഷം വൈദികരും ബിഷപ്പ്മാരും അതിന് ചായ്വുണ്ട്. അവർക്ക് സഭയിൽ ആളെ തലയെണ്ണം കൂട്ടണം, ജനപ്പെരുപ്പം ഉണ്ടാക്കണം, ഞങ്ങളുടെ സഭയിൽ ഇത്ര ആൾക്കാർ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതേസമയം മുമ്പ് വിദ്യാഭ്യാസപരമായും മറ്റും ഏറെ പിന്നാക്കമായിരുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് 1947 മുമ്പുള്ള രേഖകൾ ലഭ്യമാക്കുക എളുപ്പമല്ലെന്നും വാദമുണ്ട്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് സർക്കാർ സർവീസിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്ന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സമുദായത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അർഹതപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ കൂടുതൽ നഷ്ടമാകാൻ ഇടയാക്കുമെന്നത് വസ്തുതയാണ്. പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18, തിരുവനന്തപുരം.